സ്വാഗതം ശ്രീ കൊന്നി ഗോപകുമാർ. ലോകത്തിലെ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി, അങ്ങനെ പറയുന്നതായിരിക്കും ഉചിതം. ആദ്യം പറയേണ്ടത് ലോകത്തിലെ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, പിന്നീട് മാത്രമേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ളത് കൊടുത്താൽ മതിയല്ലോ. അദ്ദേഹം വിടവാങ്ങി. അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാതിരിക്കാൻ നമുക്കാവതില്ല. അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ വന്നപ്പോൾ പലരും പറയുകയുണ്ടായി, രാഷ്ട്രീയ എതിർകക്ഷികളൊക്കെ തന്നെ, ഇത് പിൻസീറ്റ് ഡ്രൈവിംഗ് അവിടെ നടക്കും എന്നുള്ളത്. അങ്ങനെ തന്നെയായിരിക്കും ഒരുപക്ഷെ നമ്മൾ കണ്ടത്, കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവം വെച്ചുകൊണ്ട്. പിന്നെ അദ്ദേഹം വലിയൊരു മൗനിയായിരുന്നു. ആ മൗനത്തെ പോലും പലരും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തു. നമ്മളറിയാത്ത പല കാര്യങ്ങളും ഉണ്ട് മൻമോഹൻ സിംഗിനെ കുറിച്ച്. ശ്രീ കൊന്നി ഗോപകുമാറിന് ചില കാര്യങ്ങളൊക്കെ അറിയാം. എങ്ങനെ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം? മൻമോഹൻ സിംഗ് അങ്ങ് പറഞ്ഞ പോലെ തന്നെ ലോകപ്രശസ്തനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ തന്നെയാണ്. മൻമോഹനോമിക്സ് എന്ന് പറഞ്ഞ തന്നെ ഒരു താർച്ചറിസം പോലെ ഒക്കെ വന്ന ഒരു തിയറി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്നാണ് ഡോക്ടറേറ്റ് എടുത്തത്. അതുപോലെ തന്നെ കേംബ്രിഡ്ജിൽ നിന്ന് വളരെ വലിയ മാർക്ക് വാങ്ങിച്ചാണ് ജയിച്ചത്. അദ്ദേഹത്തെപ്പോലെ വിദ്യാസമ്പന്നൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BR അംബേദ്കറേ ഉള്ളൂ. അംബേദ്കർ അങ്ങനെ ആയിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ 2 ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ വലിയ മൂല്യമുള്ള പുസ്തകങ്ങളായിരുന്നു. പക്ഷേ നെഹ്റുവിൻ്റെ കടുത്ത ക്രോധത്തിന് വിധേയനായ അംബേദ്കർക്ക് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കാൻ പിന്നീട് വന്ന കോൺഗ്രസ് ഗവൺമെൻറ്റുകളും തയ്യാറായില്ല. മൻമോഹൻ സിംഗിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മൻമോഹൻ സിംഗ് ഏറ്റവും നന്നായിട്ട് തിളങ്ങിയത് പ്രധാനമായിട്ട് 91-96 കാലഘട്ടങ്ങളിൽ നരസിംഹറാവു ഗവൺമെൻറ്റിൽ ധനമന്ത്രിയായിട്ട് വന്നപ്പോഴാണ്. കാരണം മൻമോഹൻ സിംഗ് ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് നേരെ നടക്കുന്ന എല്ലാ അക്രമങ്ങളെയും നരസിംഹറാവു പ്രതിരോധിക്കും. നരസിംഹറാവു എന്ന് പറയുന്നത് തനി ചാണക്യനാണ്. അപ്പം മൻമോഹൻ സിംഗിൻ്റെ ധനമന്ത്രാലയത്തിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. മറ്റു കാര്യങ്ങളൊന്നും അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ടൊന്നും വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് സേഫായിട്ട് സുരക്ഷിതനായിട്ട് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനുള്ള കഠിന പ്രവർത്തനം ചെയ്ത ഒരു ധനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിൻ്റെ നേട്ടമാണ് യഥാർത്ഥത്തിൽ നരസിംഹറാവുവിൻ്റെ നേട്ടമായിട്ട് നമ്മൾ പറയുന്നത്. നരസിംഹറാവുവിൻ്റെ ഏറ്റവും വലിയ ബുദ്ധി മൻമോഹൻ സിംഗിനെ കണ്ടുപിടിച്ച് നമ്മുടെ ധനമന്ത്രിയാക്കി എന്നുള്ളതാണ്. അപ്പം നരസിംഹറാവുവിന് അറിയാം ആരെ ഏത് പണി ഏൽപ്പിക്കണം എന്നുള്ള കാര്യം. നല്ല ബുദ്ധിമാനാണ്. പക്ഷേ മൻമോഹൻ സിംഗിൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സംഘർഷം അനുഭവിച്ചൊരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ 2004 മുതൽ 2014 വരെയുള്ള ഒരു കാലഘട്ടമാണ് പ്രധാനമന്ത്രി പദം. അതിൻ്റെ കാരണം ഈ പിൻസീറ്റ് ഡ്രൈവിംഗ് എന്ന് അങ്ങ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്പർ 10 സഫ്ദർജംഗ് ആണ് പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തുന്നത്. മൻമോഹൻ സിംഗിൻ്റെ ഒരു നേച്ചർ, അദ്ദേഹം മൗനിയാണ്. അദ്ദേഹത്തിൻ്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും സംഘർഷങ്ങളും ഉള്ളിലൊതുക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒന്നും പുറമേ പ്രകടിപ്പിക്കത്തില്ല. ഓക്സ്ഫോർഡിൽ നിന്ന് ഈ ഡോക്ടറേറ്റ് എടുത്ത കേംബ്രിഡ്ജിൽ നിന്ന് വളരെ വർണ്ണശബളമായ ഒരു ട്രാക്ക് റെക്കോർഡോടെ വന്ന ഒരു അക്കാഡമിഷ്യൻ, പ്രാഥമിക സാമാന്യ ബോധമോ സാമാന്യ വിദ്യാഭ്യാസമോ ഇല്ലാത്ത സോണിയാഗാന്ധിയുടെ നിയന്ത്രണത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അനുഭവിക്കേണ്ട സംഘർഷത്തെക്കുറിച്ച് നമുക്ക് ന്യായമായിട്ട് ആലോചിക്കാവുന്നതേ ഉള്ളൂ. സോണിയാഗാന്ധിക്ക് അവിടുത്തെ ഒരു സ്കൂൾ വിദ്യാഭ്യാസത്തിനപ്പുറമൊന്നുമില്ല. അവർ ലണ്ടനിൽ വന്നതുമൊക്കെ വെയിറ്റ്രസ് ആയിട്ടൊക്കെ ജോലി ചെയ്ത് വന്നു. വെയിറ്റ്രസ് ജോലി മോശമെന്നല്ല ഞാനീ പറഞ്ഞത്. ഒരു അക്കാഡമിക് ട്രാക്ക് റെക്കോർഡുള്ള ആളല്ലല്ലോ സോണിയാഗാന്ധി. അപ്പോൾ സോണിയാഗാന്ധിയുടെ ഒരു IQ ലെവല് കോൺഗ്രസ്സുകാരന് അറിയത്തില്ലെങ്കിലും ഇന്ത്യയെ താമസിക്കുന്ന നമുക്കറിയാം സോണിയാഗാന്ധി എങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളതായിരിക്കും. ആ സോണിയാഗാന്ധി മൻമോഹനെ നിയന്ത്രിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പറ്റിയ വലിയൊരു സംഘർഷത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയത് എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെയാണെങ്കിലും മൻമോഹൻ കൊണ്ടുവന്ന ഏറ്റവും വലിയ കാര്യം ഒന്ന് തൊഴിലുറപ്പ് പദ്ധതിയാണ്. ഈ തൊഴിലുറപ്പ് പദ്ധതി വന്നു കഴിഞ്ഞപ്പോഴേ ഗ്രാമീണ തൊഴിലാളിക്ക് ചെയ്യുന്ന ജോലിയുടെ കൂലി അന്നേരം തന്നെ കിട്ടുകയാണ്. അതുപോലെ തന്നെ ഗ്രാമപ്രദേശത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ വേതനം വർദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആരുടെ കയ്യിലും പൈസ, അതായത് ഗവൺമെൻറ്റിൻ്റെ പൈസ നേരിട്ട് ജനങ്ങളിലേക്ക് അങ്ങ് എത്തുകയാണ്. അങ്ങനെ വന്നപ്പോൾ മാർക്കറ്റ് വളരെ സജീവമായി, നമ്മുടെ എക്കണോമി വളരെ സജീവമായി, വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനായിട്ട് ഇതിനേക്കാളൊക്കെ ഞാൻ കാണുന്നത് റൈറ്റ് ടു ഇൻഫർമേഷനാണ്. അതായത് 47 തൊട്ട് മൻമോഹൻ അധികാരത്തിലിരിക്കുന്ന കാലം വരെ, അതിൽ ഇന്ന് വരെയുള്ള കാലം തൊട്ട് ഇന്ന് വരെ എൻ്റെ അഭിപ്രായത്തിൽ 47 തൊട്ട് 2024 വരെയുള്ള ഭാരതത്തിൻ്റെ ചരിത്രമെടുത്താൽ നമ്മുടെ ജനാധിപത്യം ഊട്ടിയുറപ്പിക്കാൻ ഏറ്റവും കൂടുതൽ കരുത്ത് പൗരന് നൽകിയത് വിവരാവകാശ നിയമമാണ്. ഏറ്റവും രസകരമായ കാര്യം, ഈ വിവരാവകാശ നിയമം ഉപയോഗിച്ച് ശേഖരിച്ച വിവരങ്ങൾ വെച്ചാണ്
2G സ്പെക്ട്രം കേസ് വന്നതും മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഇമേജ് പോയതും അങ്ങനെയൊക്കെയാണെങ്കിലും അക്കാര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു. ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശം നിഷേധിക്കാൻ പാടില്ല എന്ന് പറയും. ഇപ്പോഴത്തെ ഗവൺമെൻറ്റും വിവരാവകാശത്തിൽ വെള്ളം ചേർക്കാനാണ് ശ്രമിക്കുന്നത്. വിവരാവകാശത്തിനെ സമ്പുഷ്ടമാക്കാൻ മോദി ഗവൺമെൻറ് ശ്രമിക്കുന്നു എന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. അവരതിനെ കൂടുതൽ ദുർബലമാക്കുക ചെയ്യുന്നത്. കാരണം ഏത് ഭരണാധികാരിയുടെയും ഒരു രീതിയാണ്. പക്ഷേ മൻമോഹൻ സിംഗ് വളരെ വിശാലമായ അർത്ഥത്തിൽ ഡെമോക്രസിയെ കണ്ട ഒരാളാണ്. അദ്ദേഹത്തിന് ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ദുഃഖം അനുഭവിച്ചത് അദ്ദേഹം ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. അത് UPA-യുടെ കടുത്ത സമ്മർദ്ദത്തിന്, സോണിയാഗാന്ധിയുടെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി ലാലു പ്രസാദിൻ്റെ പിന്തുണ ഉറപ്പാക്കാൻ ചെയ്തതാണ്. കോടതി ശിക്ഷിച്ച ഒരാൾക്കും ഇലക്ഷന് മത്സരിക്കാനും മന്ത്രിയാകാനും തടസ്സമില്ല എന്നുള്ളതായിരുന്നു ഈ ഓർഡിനൻസിൻ്റെ ചുരുക്കം. അതുവരെ കോടതി ശിക്ഷിച്ചാൽ ഇതൊന്നും പറ്റില്ലല്ലോ. ഈ മഹാനായ ലാലു പ്രസാദ് കാലിത്തീറ്റയാണ് മോട്ടിച്ചുകൊണ്ട് പോയത്. അതിൻ്റെ 2 കൊല്ലം ജയിലിൽ കിടക്കുകയായിരുന്നു. അദ്ദേഹമാണല്ലോ ഇപ്പം ഈ UPA നിയന്ത്രിക്കുന്നത്. ഇപ്പം അഴിമതിക്കെതിരെ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നവനാ ഈ ലാലു പ്രസാദ്. അപ്പോൾ ഇതൊക്കെ ഇന്ത്യക്കാർ കണ്ടുകൊണ്ടിരിക്കുക. എങ്കിലും അതല്ല വിഷയം, അതല്ല ഇവിടെ പ്രോബ്ലം വെച്ചാൽ ഇത് അദ്ദേഹം ഈ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് മൻമോഹൻ സിംഗ് അത്തരൊരു ഓർഡിനൻസ് കൊണ്ടുവരാൻ തയ്യാറായത്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് അറിയാവുന്ന ആളുകൾക്ക് മൻമോഹൻ സിംഗിൻ്റെ ഒരു ചിന്താധാര എങ്ങനെ പോകുന്നു എന്ന് പുറത്തു നിന്നാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തിനെ മനസ്സിലാക്കുന്നതാണല്ലോ. ആൾക്കത് മനസ്സിലാകാവുന്ന കാര്യമുള്ളൂ. പക്ഷേ ഇത് ചർച്ചയ്ക്ക് വന്നു. ഇത് ഓർഡിനൻസ് ആയി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധി വന്ന് ഇത് വലിച്ചേറി കളഞ്ഞൊരു പത്രസമ്മേളനത്തിന് ഇതെന്തൊരു ഓർഡിനൻസാണ് എന്ന് പറഞ്ഞൊരു പത്രസമ്മേളനത്തിൽ വെച്ച് രാഹുൽ ഗാന്ധി ഇത് വലിച്ചേറി. അന്ന് വലിയ വിവാദമുണ്ടായി. ശരിക്കും അതിൻ്റെ പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ടായിരുന്നു. അതായത് രാഹുൽ ഗാന്ധിയുടെ ഗ്രൂപ്പ്, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ കാൽക്കുലേറ്റ് ചെയ്ത് അജിത് മാക്കൻ, വേണുഗോപാൽ, ഇങ്ങനെ ജയറാം രമേശ്, ഇങ്ങനെ കുറേ ആളുകളുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഈ കുറേ വൈതാളികന്മാർ കൂടുതലുണ്ടല്ലോ. അവർ വിചാരിച്ചിരുന്നു, അവർ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് രാഹുൽ ഗാന്ധി പരസ്യമായി ഈ ഓർഡിനൻസിനെ തള്ളിപ്പറയുന്നതോടുകൂടി മൻമോഹൻ സിംഗ് രാജിവെക്കും എന്നായിരുന്നു. അവരുടെ കാൽക്കുലേഷൻ തെറ്റാന്ന് പറയാൻ പറ്റുകയില്ല. മൻമോഹൻ സിംഗ് രാജിക്ക് തയ്യാറായി. ഇതുവരെ ഇതിനേക്കാൾ വലിയൊരു അപമാനം സഹിക്കാനത് പ്രതിപക്ഷമല്ല ഇത് ചെയ്തിരിക്കുന്നത്. ഭരണപക്ഷത്തിലെ കോൺഗ്രസ്സിലെ സോണിയാഗാന്ധിയുടെ വീട്ടിലെ രാജകുമാരനാണ് ഇത് കീറിക്കളഞ്ഞിരിക്കുന്നത്. അങ്ങേർക്ക് ജനപിന്തുണ ഉണ്ടോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. കോൺഗ്രസിന് എത്രമാത്രം ജനപിന്തുണ ഉള്ളതെന്നൊക്കെ വേറെ കാര്യമാണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഇത് ഈ ഓർഡിനൻസ് കീറിക്കളഞ്ഞുകൊണ്ട് അപഹാസ്യമായ ഒരു പ്രകടനം നടത്തിയത്. മൻമോഹൻ സിംഗ് വളരെ വിനീത ഹൃദയനായി അദ്ദേഹത്തിന് രാജിവെക്കാൻ താല്പര്യം കാണിച്ചു. പക്ഷേ ഞാൻ ഡൽഹിയിലെ ചില പത്രപ്രവർത്തക സുഹൃത്തുക്കളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതുള്ളത്, രാജിവെക്കരുത്, രാജിവെച്ചാൽ നിങ്ങൾ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് പോകും എന്ന് അദ്ദേഹത്തിനെ ഉപദേശിച്ചത് ചിദംബരം അടക്കമുള്ള ചില ആളുകളാണെന്നാണ് പറയുന്നത്. അവർ പറഞ്ഞു അന്ന് മൻമോഹൻ സിംഗ് രാജിവെച്ചിട്ടുണ്ടെങ്കിൽ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും അപഹാസ്യനായ പ്രധാനമന്ത്രിയായി പോകുമായിരുന്നു. അങ്ങനെ ആകുമായിരുന്നു. അതിന് സംശയിക്കേണ്ട കാര്യം എന്താ? ഇത്തരം ഒരു ജനവിരുദ്ധ ഓർഡിനൻസ് കൊണ്ടുവന്നു മൻമോഹൻ സിംഗ്. അത് കീറിയെറിഞ്ഞ് ഒരു ചരിത്ര പുരുഷനായി മാറി രാഹുൽ ഗാന്ധി. അപ്പോൾ മൻമോഹൻ സിംഗ് മാറുന്നു, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നു. എങ്ങനെയാണ് പ്രധാനമന്ത്രിയാകുന്ന രാഹുൽ ഗാന്ധി? മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന ജനാധിപത്യ വിരുദ്ധമായ ഒരു ഓർഡിനൻസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു വീര യോദ്ധാവിനെ പോലെ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു. പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി ഇരുന്ന് തെരഞ്ഞെടുപ്പിനെ 2014 തെരഞ്ഞെടുപ്പിനെ നേരിട്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇങ്ങനെ വേണം എന്ന് ഉണ്ടായിരുന്നില്ല. കുറേ കൂടെ സേഫായിട്ട് കോൺഗ്രസിനെ കളിക്കാമായിരുന്നു. ഇതാണ് അവർ ധരിച്ചത്. പക്ഷേ മൻമോഹൻ സിംഗ് നിശബ്ദമായി തന്ത്രം മെനഞ്ഞു. അദ്ദേഹം രാജിവെക്കാൻ പോയില്ല. രാജിവെക്കാൻ പോകാതിരുന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഇവർക്ക് വരാൻ മാർഗ്ഗമില്ല. മൻമോഹനോട് രാജിവെക്കാൻ പറയാൻ ഇവർക്ക് പറ്റില്ല. സോണിയാഗാന്ധിക്കും പറ്റത്തില്ല. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ കയ്യിലെ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചു. പക്ഷേ അതിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ മൻമോഹൻ സിംഗിന് അദ്ദേഹത്തിൻ്റെ നിശബ്ദതയിലൂടെ കഴിഞ്ഞു. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വൃണിത ഹൃദയനാക്കിയത് ഒരു സംഭവം അതായിരുന്നു. മറ്റൊന്ന്, 2 കാര്യങ്ങളുണ്ട്. അദ്ദേഹം തുടർന്നു എന്നൊരു ഭാഗ്യം ഇന്ത്യക്ക് കിട്ടി. രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരു അപക്വമതിയായ ഒരു മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്നത് കാണേണ്ട ഗതികേടും നമുക്ക് വന്നില്ല. അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് ചരിത്രത്തിൽ ഏറ്റവും അപഹാസ്യനായി പോകുമായിരുന്നു. അത് വളരെ ബുദ്ധിപൂർവ്വമാണ് അദ്ദേഹം ചെയ്തത്. രണ്ടാമത് വന്നത്, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം മോദിയുടെ സാമ്പത്തിക നയങ്ങളെയും മറ്റുമൊക്കെ അതിനിശിതമായി വിമർശിച്ചും മോദിയെ വിമർശിച്ചും UPA-യുടെ കമ്പൽഷൻ കൊണ്ടായിരിക്കും അദ്ദേഹം ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നടത്തി മൻമോഹൻ സിംഗ്. അപ്പോൾ മുൻ പ്രധാനമന്ത്രി
നിലവിലുള്ള പ്രധാനമന്ത്രിയെ വിമർശിക്കുമ്പോൾ അതിനൊക്കെ പാലിക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. അപ്പോൾ ആ കസേരയിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് അദ്ദേഹത്തിന് അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹം അതായത് ഈ മണിശങ്കര അയ്യർ പറഞ്ഞല്ലോ ഇദ്ദേഹം ചായക്കടക്കാരനാണ്. അപ്പോൾ കോൺഗ്രസ്സുകാരുടെ ഒരു വിചാരം പിന്നെ നരേന്ദ്രമോദി ചായക്കടക്കാരനാണ്, സോണിയാഗാന്ധി ഈ ചായ എടുത്തു കൊടുക്കുന്ന സപ്ലയർ ആണെന്നുള്ള കാര്യം അവർ പറയത്തില്ലല്ലോ. വെയിറ്റ്രസ് ആയിരുന്നു സോണിയാഗാന്ധി, അതവർ പറയത്തില്ലല്ലോ. സോണിയാഗാന്ധി ഇറ്റലിയിലെ രാജകുടുംബത്തിൽ നിന്ന് വന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കതറിട്ട മാംസമുണ്ടെങ്കിൽ അവരെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നത്. അവർ വെയിറ്റ്രസ് ആയിരുന്നു, കാര്യമായി വിദ്യാഭ്യാസമുള്ള സ്ത്രീയല്ല. അപ്പോൾ ഇത് കൃത്യമായി മൻമോഹൻ സിംഗ് രൂക്ഷമായി നരേന്ദ്രമോദിയെ വിമർശിച്ചു. നരേന്ദ്രമോദിക്ക് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളല്ല എന്നുള്ള നിലയിലേക്ക് ആ വിമർശനം പോയപ്പോൾ വളരെ ലളിതമായി മോദി അതിന് മറുപടി പറഞ്ഞു. മോദി പറഞ്ഞു, എന്തെല്ലാം വിമർശനങ്ങൾ വേണമെങ്കിൽ എൻ്റെ പേരിൽ പറഞ്ഞോളൂ, ഞാൻ ജനങ്ങളുടെ ഒരു സേവകനാണ്, ഞാൻ ഒരു കുടുംബത്തിൻ്റെ നൈറ്റ് വാച്ച്മാനല്ല. അതോടുകൂടി മൻമോഹൻ സിംഗ് തകർന്നു പോയി. മൻമോഹൻ സിംഗ് നമ്പർ 10 സർദാർ ജംഗിൻ്റെ നൈറ്റ് വാച്ച്മാനാണ് എന്ന് പ്രധാനമന്ത്രി പിന്നീട് അദ്ദേഹം ഒരിക്കൽ പത്രക്കാരുമായിട്ടോ അല്ലെങ്കിൽ സ്വകാര്യ സംഭാഷണത്തിലോ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചറിഞ്ഞത്. എന്നെ ഏറ്റവും കൂടുതൽ വ്രണപ്പെടുത്തിയത് മോദിയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റായിരുന്നു. അത് അദ്ദേഹം ചോദിച്ചു വാങ്ങിച്ച ഒരു അപമാനമാണ്. അതും അദ്ദേഹത്തെ വല്ലാതെ വ്രണപ്പെടുത്തിയതാണ്. എന്തായാലും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരിൽ നമുക്ക് വളരെ ആദരവോടെ ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരു പേര് തന്നെയാണ് മൻമോഹൻ സിംഗിൻ്റെ. അദ്ദേഹം മൗനത്തിലായിരുന്നു എങ്കിലും രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ സംരക്ഷിക്കാൻ 91 തൊട്ട് 96 വരെ അദ്ദേഹം നടത്തിയ ധനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ മാത്രം മതി ഇന്ത്യയുടെ ചരിത്രത്തിൽ മൻമോഹൻ സിംഗിനെ എന്നും അനുസ്മരിക്കാൻ. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, മൻമോഹൻ സിംഗ് ഒരു ആത്മകഥ എഴുതുന്നത് തടയാൻ നമ്പർ 10 സർദാർ ജംഗും സോണിയാഗാന്ധിയും ആവുന്നത് ശ്രമിച്ചു. ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞ് സഞ്ജയ് ബാരു എഴുതിയ പുസ്തകമുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് മൻമോഹൻ സിംഗ് ഈ വന്ന സാഹചര്യത്തെക്കുറിച്ചും അദ്ദേഹം അനുഭവിച്ച സംഘർഷത്തെക്കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. നരസിംഹറാവു എഴുതിയ പോലെ ഒരു പുസ്തകം എഴുതാൻ, ഇൻസൈഡർ അത് എഴുതിയാണല്ലോ, അപ്പോൾ അതുപോലെ പുസ്തകം എഴുതാൻ, ഒരു ബയോഗ്രഫി എഴുതാൻ അല്ലെങ്കിൽ ഒരു ഓട്ടോബയോഗ്രഫി എഴുതാൻ അദ്ദേഹം തയ്യാറായില്ല. ബയോഗ്രഫി എഴുതാൻ ആരെയും പ്രോത്സാഹിപ്പിച്ചുമില്ല. എങ്കിലും നിശബ്ദനായി കടന്നുപോയ മൻമോഹൻ സിംഗ് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ സുരക്ഷിതമായ രീതിയിൽ എത്തിച്ചിട്ടാണ് അരങ്ങൊഴിഞ്ഞത് എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് എന്ന് ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരു അസാധാരണമായ പ്രതിഭ തന്നെയായിരുന്നു മൻമോഹൻ സിംഗ് എന്നാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.